Hello all. So once again, welcome back to mFavor. Hi everyone. So നമ്മുടെ FSA ആക്ട് ഇതിപ്പോൾ 5ാമത്തെ ക്ലാസ് ആണ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ, ഫുഡ് സേഫ്റ്റി ഓഫീസർ, പിന്നെ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇവരുടെയൊക്കെ റോൾസ് എന്താണ്, റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാമല്ലോ അല്ലേ. നമ്മുടെ ഈ ക്ലാസ് ഫുഡ് സേഫ്റ്റിയുടെ 5th ക്ലാസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, മുന്നേയുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടുള്ളവർക്ക് മാത്രമേ കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. ലൈക്ക് ഇടയ്ക്ക് വെച്ച് വന്നാൽ കൂടിയിട്ടും ഇന്നത്തെ ക്ലാസ് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു ടേം ഇവിടെ ആദ്യമേ പഠിക്കുകയാണ്, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ സെൻട്രൽ FSO എക്സാം അതുപോലെ തന്നെ രാജസ്ഥാൻ FSO എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നാൽ ആരൊക്കെ ഉൾപ്പെടുന്നു. അതായത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ അഥവാ FBO എന്ന് പറഞ്ഞാൽ ദോസ് എൻഗേജ്ഡ് ഇൻ മാനുഫാക്ചറിങ്, പ്രോസസ്സിംഗ്, പാക്കേജിംഗ്, സ്റ്റോറിംഗ്, ട്രാൻസ്പോർട്ടിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ്, സെല്ലിംഗ് ഓർ റീറ്റെയിലിംഗ് ഫുഡ്. മനസ്സിലായോ? അതായത് ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആകാമെന്ന് ചോദിച്ചാൽ ഈ പറയുന്നവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫുഡ് അൺസേഫ് ആണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫുഡ് പ്രോഡക്റ്റ് ഈസ് നോട്ട് കംപ്ലൈ വിത്ത് ദി ഫുഡ് സേഫ്റ്റി ആക്ട് ഓർ റൂൾസ് ഓർ റെഗുലേഷൻസ് മെയ്ഡ് ബൈ ഫുഡ് സേഫ്റ്റി അതോറിറ്റി എങ്കിൽ ആ ഒരു പ്രോഡക്റ്റിന് മേലുള്ള ലയബിലിറ്റി അത് ഏറ്റെടുക്കേണ്ടത് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണ്. മാനുഫാക്ചർ ആകാം, ഡിസ്ട്രിബ്യൂട്ടർ ആകാം, ആര് വേണമെങ്കിലും ആകാം. അപ്പോൾ അതിന് ഓൾ ടുഗദർ നമ്മൾ പറയുന്ന പേരാണ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ആക്ടിൽ സെക്ഷൻ 3 എന്ന് പറഞ്ഞാൽ എന്താണ് ഫുഡ്, എന്താണ് ഫുഡ് സേഫ്റ്റി, എന്താണ് ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ. അതായത് നമ്മൾ ഈ ഒരു ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന എല്ലാ ടേമിന്റെ ഡെഫിനിഷൻസ് കൃത്യമായിട്ട് നൽകിയിരിക്കുന്നത് ഈ ആക്ടിലെ സെക്ഷൻ 3 ആണ്. സെക്ഷൻ 3യിലെ സബ് ക്ലോസ് 1O അതാണ് FBO അഥവാ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന്റെ ഡെഫിനിഷൻ അവിടെ നൽകിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആരൊക്കെ ആകാം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നുള്ളത് മനസ്സിലായല്ലോ. ദെൻ സെക്ഷൻ 26 നമുക്ക് എല്ലാ സെക്ഷൻസും പഠിക്കേണ്ടിയില്ല, ബട്ട് ചില പ്രധാനപ്പെട്ടവ നോക്കിയേ തീരത്തുള്ളൂ. ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന്റെ റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഡ്യൂട്ടീസിനെയാണ് സെക്ഷൻ 26 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിൽ തന്നെ ചിന്തിക്കാം, ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ, അപ്പോൾ ഞാനാണ് ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ മനസ്സിൽ ഓക്കെ, ഫുഡ് സേഫ്റ്റി അതോറിറ്റി പറഞ്ഞിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് അനുസരിച്ച്, പാർലമെന്റ് പാസ്സാക്കിയിരിക്കുന്ന ആക്ടിനനുസരിച്ച്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് എന്ന ആക്ട് പാസ്സാക്കിയത് പാർലമെന്റാണ്. എന്നാൽ ഈ ആക്ടിന് അനുബന്ധമായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് ഫുഡ് സേഫ്റ്റി അതോറിറ്റി ആണ്, അല്ലേ? അത് നിങ്ങൾ നോക്കിക്കൊള്ളണം. അപ്പോൾ ഈ പറയുന്ന ആക്ട് അല്ലെങ്കിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ഞാൻ മുന്നോട്ട് പോകണം. ഞാൻ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫുഡ് പ്രോഡക്ട്സ്, അല്ലേ? ഇപ്പൊ സ്വാഭാവികമായിട്ടും അത് ഒന്നാമത്തെ ഡ്യൂട്ടി ആയിരിക്കും. ഇപ്പൊ രണ്ടാമത്തെ ഡ്യൂട്ടി, ഇപ്പൊ എനിക്കൊരു ഹോട്ടൽ ഉണ്ടെന്ന് വിചാരിക്കുക, വളരെ ഹൈജീനിക് ആയിരിക്കണം, കിച്ചൺ ഉൾപ്പെടെയുള്ളവ, അല്ലേ? ഈവൻ അവിടെ ജോലി ചെയ്യുന്നവരും ഹൈജീനിക് ആയിരിക്കണം, യാതൊരുവിധ ഡിസീസും ഇല്ലാത്തവരെ വേണം നമുക്ക് അവിടെ എംപ്ലോയ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും. മാത്രമല്ല, നമ്മൾ എന്തൊക്കെ ഫുഡ് പ്രോഡക്ട്സ് ആണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് പുറത്തേക്ക് എന്നതിൻ്റെ ഒരു വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള റെക്കോർഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എന്തിനാണ് അത്തരത്തിലൊരു റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്?
നാളെ ഒരു കാലത്ത് ഈ ഒരു ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അധികൃതർ കടന്നു വന്നു കഴിഞ്ഞാൽ അവർ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ റെക്കോർഡ്സ് ആണ്. തുടർന്ന് ഫുഡ് സേഫ്റ്റി ഓഫീസറിന് നമ്മുടെ ഹോട്ടൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരം അവർക്ക് എന്ത് ചെയ്യാം, റെയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ സാധനങ്ങൾ പിടിച്ചെടുക്കുവാനും നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കും എല്ലാം അധികാരമുണ്ട്. അപ്പോൾ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയുമായിട്ട് എല്ലാ രീതിയിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, കോപ്പറേറ്റ് ചെയ്തിരിക്കണം. അത് വൺ ഓഫ് ദി റെസ്പോൺസിബിലിറ്റീസ് അഥവാ ഡ്യൂട്ടീസ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. മസ്റ്റ് ഒബ്റ്റെയിൻ എ ലൈസൻസ് ഫ്രം ദി ഫുഡ് സേഫ്റ്റി അതോറിറ്റി. അത് ഒരു FBOയുടെ കടമയാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. എൻഷുർസ് ദാറ്റ് ദ ഫുഡ് ദേ സെർവ് ഈസ് സേഫ് ഫോർ ദ കൺസംഷൻ ആൻഡ് ഡസന്റ് റിസ്ക് കൺസ്യൂമേഴ്സ് ഹെൽത്ത്. അല്ലേ? നോക്കേ, ഷാൾ നോട്ട് എംപ്ലോയ് എനി പേഴ്സൺ ഹു ഈസ് സഫറിംഗ് ഫ്രം എനി ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതായത് അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ പകരുന്ന രോഗങ്ങളുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി വിടണം. മസ്റ്റ് ലേബൽ ഓൾ ഫുഡ് പ്രോഡക്ട്സ് പ്രോപ്പർലി. ലേബലിംഗ് എന്ന് പറയുന്ന കമ്പൽസറി ആണ്, അല്ലെ? എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്, അതിന്റെ പെർസെൻറ്റേജ് എത്രയാണ്, അതിന്റെ എക്സ്പയറി ഡേറ്റ്, അല്ലെ, അഥവാ അതിന്റെ സ്റ്റോറേജ് ലൈഫ് അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് എന്നൊക്കെ നമ്മൾ പറയും. അതെല്ലാം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിരിക്കണം. ദെൻ must keep accurate records of all the food products they manufacture, process or sell. Then must allow the food safety authority to inspect their premises and facilities at any time. അതാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ പ്രിമൈസസിലേക്ക് കടന്നു വന്ന റെയ്ഡ് ചെയ്യാനും സാധനങ്ങൾ പിടിച്ചെടുക്കുവാനും നമ്മളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾക്കും ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. ഓക്കെ, then an FBO cannot sell any food product to another FBO unless he also gives a guarantee in writing in the form specified by regulations about the nature and the quality of the product. Okay, ഒരു സാധനം ഒരു FBO മറ്റൊരു FBOയ്ക്ക് വിൽക്കുകയാണ് എങ്കിൽ എന്താണ്, തീർച്ചയായിട്ടും അത് വിൽക്കാൻ തക്കതായ രീതിയിലുള്ള യോഗ്യതയുണ്ടോ എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇൻ റൈറ്റിംഗ് എഴുതി നൽകേണ്ട സാഹചര്യം ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, then section 27 നോക്കിയേ. Manufacturer or packer or distributor or seller of an article of food shall be liable for such article of food if it doesn't meet the requirements of this act, rules or regulations. തത്വത്തിൽ ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു അൺസേഫ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഫുഡ് പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ ലയബിലിറ്റി നിയമപരമായിട്ട് ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് തന്നെ ഉള്ളതാണ്. ആരൊക്കെ ആകാം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ മാനുഫാക്ചറർ, പേക്കർ, ഡിസ്ട്രിബ്യൂട്ടർ, സെല്ലർ എല്ലാം തന്നെ ഒരു ഓപ്പറേറ്റർ എന്ന പരിധിയിൽ വരുന്ന ആൾക്കാരാണ്, അല്ലെ? സോ സെക്ഷൻ 27 അതാണ്. ഇനി സെക്ഷൻ 28 എന്ന് പറഞ്ഞാൽ ഫുഡ് റീകോൾ പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണ്. അപ്പൊ എൻ്റെ സ്ഥാപനത്തിൽ ഒരു കേക്ക് പുതുതായിട്ട് ഒരു എസൻസ് ഒക്കെ ചേർത്ത് ഞാനൊരു കേക്ക് സ്വന്തമായിട്ട് മേക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അത് കഴിച്ച് എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ലൂസ് മോഷൻ ആയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫുഡ് പോയിസൺ ആയെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എനിക്ക് തോന്നി ഞാൻ ആദ്യമേ എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. നാട്ടുകാർക്ക് കൊടുത്തിരുന്നെങ്കിലോ തീർച്ചയായിട്ടും കട ഉൾപ്പെടെ അല്ലെങ്കിൽ വീട് കയറി ഇടിച്ചായിരുന്നു. വീട്ടുകാരായതുകൊണ്ട് വീട്ടുകാർ ഒന്ന് സുഖമായിട്ട് അങ്ങ് കിടക്കും, വയ്യാന്ന് പറഞ്ഞ് കിടക്കും. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സാധനം എന്ത് ചെയ്യാൻ പാടില്ല, കടയിൽ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇനി ഈ സാധനം ആരെങ്കിലും കടയിൽ നിന്ന് ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടോ എന്ന് ഞാൻ വിളിച്ചു ചോദിക്കും. ഇന്ന സാധനം ആരെങ്കിലും വാങ്ങിച്ചോണ്ട് പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്നും ആ സാധനം അങ്ങ് മേടിക്കുക, കടയിൽ നിന്നും ആ സാധനം അങ്ങ് മാറ്റി വയ്ക്കുക. ഇതാണ് ഫുഡ് റീകോൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മൾ ഒരു സാധനം അൺസേഫ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആയ ഞാൻ തന്നെയാണ് ഫുഡ് റീകോളിങ്ങിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഇനിഷ്യേറ്റ് എടുക്കേണ്ടത്. മനസ്സിലായോ? അതിപ്പോ എന്റെ കടയിൽ നിന്ന് തന്നെ ഞാൻ സാധനം മാറ്റി എന്ന് വരാം, അല്ലെങ്കിൽ കടയിൽ നിന്ന് ഒരാൾ സാധനം മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഉള്ള ബാക്കി സാധനമായാലും തിരിച്ചിങ്ങ് എടുക്കണം. എന്നിട്ട് ഞാൻ ബന്ധപ്പെട്ട അധികൃതരോട് പറയേണ്ടതായിട്ടുണ്ട്, നമുക്ക് ഈ ഫുഡ് റീകോൾ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കണം. ഇല്ല നാളെ കാലത്ത്
അറിയിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടന്നു ചെല്ലും. ഓക്കെ, ഈ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് അൺസേഫ് ആണ്, ഞാനത് തിരിച്ചെടുത്തിരിക്കുകയാണ്, എല്ലാത്തിൽ നിന്നും തിരിച്ചെടുത്തിരിക്കുകയാണ്, എന്നെ അറിയാതെ വേറെ ആരുടെയെങ്കിലും കയ്യിലുണ്ട് എങ്കിൽ അല്ലെ, സ്വാഭാവികമായിട്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സുമായിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. സോ ഫുഡ് റീകോൾ പ്രൊസീജിയർ സെക്ഷൻ 28 ആണ്. An action to remove food from the market at any stage of the food chain, including that possessed by consumers എന്നുള്ളതാണ് കേട്ടോ. So recalling food products that are determined or prima facie, that means ആദ്യ പ്രത്യക്ഷത്തിൽ തന്നെ considered unsafe and identified as a potential threat to the public health or violate the act. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു കേട്ടോ. കേരള PSC പരീക്ഷയ്ക്കല്ല, അതർ സ്റ്റേറ്റ് പരീക്ഷാ ചോദ്യങ്ങൾ ഇപ്പോഴും നിങ്ങൾ നോക്കിക്കോളാം, ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം ആർക്കാണ് ഫുഡ് റീകോൾ ചെയ്യാനുള്ള അധികാരം, അല്ലെങ്കിൽ ആരാണത് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടതെന്നുള്ള അധികാരം, പവർ എന്നുള്ള വാക്കല്ല കേട്ടോ, ഇനിഷ്യേറ്റീവ് ആരാണ് എടുക്കേണ്ടത് എന്നുള്ള വാക്കാണ് വന്നിട്ടുള്ളത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണ്. നമ്മൾ ഒരിക്കലും ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ് എന്ന് പറയരുത്. ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ഷുഡ് ഇനിഷ്യേറ്റ് എ റീകോൾ അറ്റ് എനി ടൈം ആൻഡ് ഷാൾ ഇമ്മീഡിയറ്റ്ലി ഇൻഫോം ദി കോമ്പീറ്റന്റ് അതോറിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇതുവരെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ. എന്താണ് ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ? അയാൾ തന്നെയാണ് ഒരു ഫുഡ് അതിന്റെ ലയബിലിറ്റി ഏറ്റെടുക്കേണ്ടത്. ഫുഡ് റീകോൾ ചെയ്യേണ്ട ഇനിഷ്യേറ്റീവ് ആരാണ് എടുക്കേണ്ടത്? ഒരു ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ ആണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇനി നോക്കേ, സെക്ഷൻ 30 വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് സെൻട്രൽ FSO എക്സാംസിനാണ് എങ്കിലും കേരള PSC എക്സാമിന്റെ പുതിയ പാറ്റേൺ പ്രകാരം സെക്ഷൻസ് ചോദിച്ച് വന്നേക്കും. ഓക്കെ, സോ സെക്ഷൻ 30 അപ്പോയിന്റ്മെന്റ് ഓഫ് ഫുഡ് സേഫ്റ്റി കമ്മീഷണേഴ്സ്. സി, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു സ്റ്റേറ്റിന് ഒരു ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഉണ്ടായിരിക്കും. IAS തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ആയിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് കടന്നു വരിക. അപ്പോൾ സെക്ഷൻ 30 ആണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ. അപ്പോൾ ഫുഡ് സേഫ്റ്റി കമ്മീഷണറിനെ അപ്പോയിന്റ് ചെയ്ത ആരാ? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ, ശ്രദ്ധിക്കണം. സെക്ഷൻ 30 ഫുഡ് സേഫ്റ്റി കമ്മീഷണറിന്റെ അപ്പോയിന്റ്മെന്റ്. ഒരു സ്റ്റേറ്റിന് ഒരു ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഉണ്ടാകും. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് തന്നെയാണ്. മനസ്സിലായോ? ഇനി സെക്ഷൻ 36 നോക്കിയൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് ആണ് അപ്പോയിന്റ്മെന്റ് ഓഫ് ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സ് എന്താണ്, ഏതാണെന്നുള്ളത് ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. PSC പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ട്, അതർ സ്റ്റേറ്റ് പരീക്ഷകളിലും ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്നുള്ളത്? നമുക്ക് ഒരു ഫുഡ് ബിസിനസ് നടത്തണമെങ്കിൽ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആണ്. ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഡിവിഷണൽ ഓഫീസർ എന്നാണ്. അതായത് SDO എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടില് ഒരു IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ്. അതായത് ഒരു പോലീസിലാണെങ്കിൽ ഒരു SP റാങ്കിലൊക്കെ നമ്മൾ പറയാറില്ലേ, റൂറൽ SP എന്നൊക്കെ പറയാറില്ലേ, റൂറൽ ഏരിയ SP അല്ലെങ്കിൽ. അപ്പൊ അത്തരത്തിലൊരു സൂപ്രണ്ടന്റ് ഓഫ് പോലീസിന്റെ റാങ്കിലുള്ള IAS ഉദ്യോഗസ്ഥനായിരിക്കും സബ് ഡിവിഷണൽ ഓഫീസർ പോസ്റ്റിലേക്ക് വരുന്നത്. അതാണ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഡിവിഷണൽ ഓഫീസർ. അതാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, IAS റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. അദ്ദേഹത്തിന്റെ റാങ്ക് എന്ന് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് SDO, സബ് ഡിവിഷണൽ ഓഫീസർ. സബ് ഡിവിഷണൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാ? ഈ IAS ഉദ്യോഗസ്ഥൻ തന്നെയാണ്, SP റാങ്കിന് സമമായിട്ടുള്ള ആള് തന്നെയാണ്. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസർ അഥവാ സബ് ഡിവിഷണൽ ഓഫീസറിന്റെ കീഴിലാണ് താലൂക്കിലെ തഹസിൽദാർമാരും അയാളുടെ സ്റ്റാഫുകളും ഒക്കെ പണി ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിലുള്ള ഡെസിഗ്നേറ്റഡ് ഓഫീസേഴ്സിനെ, അതായത് ഏതെങ്കിലും ഒരു സബ് ഡിവിഷണൽ ഓഫീസർ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനെ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആയിട്ട്, ഫുഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്
ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ല. ഇനി ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഷാൾ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഡിവിഷണൽ ഓഫീസർ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ പഠിക്കുന്ന പോസ്റ്റ് ആണ് ഡെസിഗ്നേറ്റഡ് ഓഫീസർ. ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആയിട്ട് ആരെയാണ് കൊണ്ടുവരുന്നത്? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് സബ് ഡിവിഷണൽ ഓഫീസർ. ആരാണ് അവർ അപ്പോയിന്റ് ചെയ്യുന്നത്? ഫുഡ് സേഫ്റ്റി കമ്മീഷണർ. ഓരോ ജില്ലയ്ക്കും ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ഇല്ല, ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ടാണ് ഒരൊറ്റ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ. അത് മുന്തിയ സീനിയർ ലെവൽ IAS ഓഫീസർ ആയിരിക്കും. ജൂനിയർ ലെവൽ IAS ഓഫീസർമാരൊക്കെ ആയിരിക്കും ഡെസിഗ്നേറ്റഡ് ഓഫീസർ ആയിട്ട് വരുന്നത്. അവരുടെ കീഴിലാണ് താലൂക്ക് തഹസിൽദാർമാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ വരുന്നത്. ഓക്കെ, then section 37 നോക്കി, അപ്പോയിന്റ്മെന്റ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ്. ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആണ്. ഓക്കെ, ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ പോലീസായിട്ട് നമുക്ക് അഡ്വൈസ് വന്നു, ജോയിൻ ചെയ്തു. സോ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നത് പോലീസിന്റെ സ്റ്റേറ്റ് പോലീസ് ചീഫ് അഥവാ DGP ആണ്. അതുപോലെ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് ജോലി കിട്ടുകയാണെന്ന് വിചാരിക്കുക കേട്ടോ. ആദ്യത്തെ കടമ എന്താണ്? റാങ്ക് ലിസ്റ്റിൽ വരിക. രണ്ടാമത് PSC, അതായത് സർക്കാർ റിപ്പോർട്ട് ചെയ്ത ഒഴിവിന് അനുസൃതമായിട്ട് നിങ്ങൾക്ക് PSC ഒരു അഡ്വൈസ് ലെറ്റർ അയക്കും, വീട്ടിലോട്ട് അയക്കും. ആ അഡ്വൈസ് ലെറ്ററിൽ കാണും ഇത്ര മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണ് വേക്കൻസി നികത്തണം എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് ഇത് നിങ്ങൾക്കൊരു കോപ്പി ഉണ്ടാവും. നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്കും PSC കത്തയക്കും. അപ്പോൾ അതിന്മേൽ നടപടി എടുക്കുന്നതും നിങ്ങളെ ഫുഡ് സേഫ്റ്റി ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ് ലെറ്ററിൽ ഒപ്പിടുന്നത് ആരാണ്? ഈ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ആരാണോ നമ്മളെ അപ്പോയിന്റ് ചെയ്യുന്നത്, നാളെ ഒരു കാലത്ത് നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറിനേക്കാൾ നല്ലൊരു ജോലി കിട്ടിയെന്ന് വിചാരിക്കാം, ആർക്കാണ് നമ്മൾ രാജിക്കത്ത് കൊടുക്കേണ്ടത്? ത്രൂ പ്രോപ്പർ ചാനൽ ആർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്? യെസ്, നമ്മൾ അപ്പോയിന്റ് ചെയ്ത ആർക്കാണോ അവർക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ ആണ് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഫുഡ് സേഫ്റ്റി ഓഫീസർ? നോക്കിയേ, നമ്മുടെ ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരമുള്ള എല്ലാ പ്രൊവിഷൻസും എൻഫോഴ്സ് ചെയ്യുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ്. ദേ ഹാവ് ദ റൈറ്റ് ടു എൻറ്റർ, ഇൻസ്പെക്ട് എനി പ്ലേസ് വെയർ ഫുഡ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചർഡ്, സ്റ്റോർഡ് ഓർ എക്സിബിറ്റഡ്. ആൻഡ് അത് മാത്രമല്ല, കോർട്ടിന് മുന്നാലെ പ്രോസിക്യൂഷന് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് മുൻകൈ എടുക്കുന്നതും ഫുഡ് സേഫ്റ്റി ഓഫീസർ ആണ്. ഓക്കെ, ആൻഡ് ആൾസോ ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി നോക്കിയേ, ഡ്രോ സാമ്പിൾസ് ആൻഡ് സെൻഡ് ദം ടു ഫുഡ് അനാലിസ്റ്റ്. നമുക്കൊരു ഫുഡ് അൺസേഫ് ആണെന്ന് തോന്നി, ഒരു ഹോട്ടലിൽ കയറി റെയ്ഡ് ചെയ്ത ഒരു സാധനം പിടിച്ചെടുത്തു, സാമ്പിൾ പിടിച്ചെടുത്തു, എന്നിട്ട് അത് ഫുഡ് അനാലിസ്റ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ അതിനൊക്കെ ഒരു പ്രൊസീജിയർ ഉണ്ട്. എന്താണെന്ന് നോക്കാം. നോക്കിയേ, സാമ്പിൾ ടേക്കൺ ബൈ FSO ഷുഡ് ബി ഡിവൈഡഡ് ഇൻറ്റു 4 പാർട്സ്. ഇതൊക്കെ സെൻട്രൽ FSO എക്സാമിനും അതർ സ്റ്റേറ്റും PSC പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എടുക്കുന്ന സാമ്പിൾ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം? 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ആ 4 പാർട്ട് എന്തൊക്കെ ആർക്കൊക്കെ നൽകണം? ഒരു പാർട്ട് എന്ന് പറയുന്നത് ഫുഡ് അനാലിസ്റ്റിന് കൊടുക്കും, 2 പാർട്ടുകൾ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് കൊടുക്കും, മറ്റൊരു പാർട്ട് അക്രഡിറ്റഡ് ആയിട്ടുള്ള, അതായത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ലാബിലേക്ക് കൊടുക്കും. ശ്രദ്ധിക്കണം, ഫുഡ് അനാലിസ്റ്റ് ആണ് ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് റിപ്പോർട്ട് നൽകേണ്ടത്. 2 എണ്ണം ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ കയ്യിലുണ്ടായിരിക്കണം, 1 അക്രഡിറ്റഡ് ലബോറട്ടറി. അപ്പൊ ഇങ്ങനെ 4 പാർട്ടായിട്ട് സാമ്പിൾ തിരിക്കുകയാണ്. നമുക്കിപ്പോ ഫുഡ് അനാലിസ്റ്റിന്റെ കാര്യം എടുക്കാം. അദ്ദേഹമാണല്ലോ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഫുഡ് അനലൈസ് ചെയ്യേണ്ടത്. അതാണല്ലോ അനാലിസ്റ്റ് എന്നുള്ള പേര് വന്നിരിക്കുന്നത്. അദ്ദേഹം പറയും ഇത് എന്തൊക്കെ മാരകമായ വിഷാംശങ്ങൾ ചേർത്തിട്ടുള്ള സംഗതികളാണെന്നുള്ളത്. ആഫ്റ്റർ റിസീവിംഗ് ദ സാമ്പിൾ ഫ്രോം FSO ഷാൾ അനലൈസ് ദ സാമ്പിൾ ആൻഡ് സെൻഡ് ദ അനാലിസിസ് റിപ്പോർട്ട്. എത്ര കോപ്പീസ്? അതും ചോദ്യമായിരുന്നു. ഇവിടെയും 4 കോപ്പീസ്. വിത്തിൻ 14 days ടു ഡെസിഗ്നേറ്റഡ് ഓഫീസർ വിത്ത് എ കോപ്പി ടു ഫുഡ് സേഫ്റ്റി കമ്മീഷണർ. അപ്പൊ ശ്രദ്ധിക്കണം, ഫുഡ് സേഫ്റ്റി ഓഫീസർ സാമ്പിൾ എടുത്തിട്ട് അതിനെ 4 ആയിട്ട് തരം തിരിക്കുന്നു, അല്ലെ?
ഒന്ന് ഫുഡ് അനാലിസ്റ്റിന് കൊടുക്കുന്നു, 2 ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് കൊടുക്കുന്നു, മറ്റൊന്ന് സർട്ടിഫൈഡ് ലാബിലേക്ക് കൊടുക്കുന്നു. ഫുഡ് അനാലിസ്റ്റ് ഇത് എന്ത് ചെയ്യുന്നു? കിട്ടിയ ആ ഒരു സാമ്പിൾ എടുത്തിട്ട് പരിശോധിക്കുകയാണ്, അല്ലേ? എന്നിട്ട് അതിന്മേൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. 4 കോപ്പികൾ വിത്തിൻ 14 days ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് കൊടുക്കണം. ഒരു കോപ്പി FSOയ്ക്കും. ഓക്കെ, ഇഫ് ദ സാമ്പിൾ കണ്ടെയ്നർ റിസീവ്ഡ് ഈസ് ഇൻ ബ്രോക്കൺ കണ്ടീഷൻ, FSO അയച്ചിരിക്കുന്ന സാമ്പിൾ കണ്ടീഷൻ ബ്രോക്കൺ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിൽ the same may be reported to the designated officer within 7 days. അപ്പോൾ FSO അതിനകത്ത് എന്തെങ്കിലും കള്ളക്കളിയോ എന്തെങ്കിലും കളിച്ചിട്ടുണ്ടോ, നിങ്ങളത് പിന്നീട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങളതിൽ മറിമായം കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്മേലുള്ള നടപടികൾക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും കയ്യിൽ കിട്ടിയിരിക്കുന്ന സാധനം സീൽഡ് അല്ലല്ലോ. FSO ഇതെല്ലാം കൃത്യമായിട്ട് സീൽ ചെയ്താണ് കൊടുക്കുന്നത്. വേറെ ആരും അതിൽ തൊടാനോ പിടിക്കാനോ പാടില്ലല്ലോ. അപ്പോൾ സീൽ എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെ വിത്തിൻ 7 daysനുള്ളിൽ ഫുഡ് അനാലിസ്റ്റ് അറിയിച്ചിരിക്കണം എന്നുള്ളതാണ്. നോക്കിക്കേ, എനി പർച്ചേസ് ഇപ്പോൾ നമ്മൾ നോക്കണം. ഇനി നമുക്ക് മാത്രം അതായത് ഈ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് മാത്രമേ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ഫുഡ് അനാലിസ്റ്റിനും ഒക്കെ അയച്ചു കൊടുക്കാൻ വഴിയുള്ളൂ, അതിന്മേലുള്ള നടപടികൾക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ ചിന്തിച്ചാൽ അല്ല. നമുക്കും ദ കോമൺ പീപ്പിളിനും എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന സാമ്പിൾ എടുത്തുകൊണ്ട് ഒരു ഫുഡ് അനാലിസിസിന് വിധേയമാക്കാം. ഇത് പ്രകാരം എനി പർച്ചേസർ ക്യാൻ സെൻഡ് എ സാമ്പിൾ ടു ഫുഡ് അനാലിസ്റ്റ് ഫോർ ഗെറ്റിംഗ് അനലൈസ്ഡ്, ബട്ട് ഹി ഷുഡ് ഇൻഫോം ദ സെയിം ടു FBO. ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററിന് ഇപ്പം ഞാൻ ഒരു ഫുഡ് മേടിച്ചിട്ട് ഞാൻ പറയുകയാണ്, ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഇതിൻ്റെ സാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ലാബിലോട്ട് അയക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർ വലിയ ജാട പിടിച്ച ആളായിരിക്കും ആദ്യം, പിന്നെ നിങ്ങൾ കൊടുക്കുക ഒരു കാണാമല്ലോ എന്നുള്ള രീതിയിൽ. If the sample doesn't comply with the FSA regulations, then food analysis should return the fee of analysis and forward the report to designated officer. കണ്ടോ, നമ്മൾ ഒരു പുറത്ത് ഒരു ഫുഡ് അനാലിസിസിന് വേണ്ടിയിട്ട് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും. ഓക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാമല്ലോ. അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരുപാട് അനാലിസിസ് നടത്തേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഫുഡ് അൺസേഫ് ആണെന്ന് റിപ്പോർട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത കാശ് ഫുഡ് അനാലിസിസ് തിരിച്ചു കൊടുത്തതിന് ശേഷം ആയത് കൃത്യമായിട്ട് ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്കും ആ ഒരു ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കണം. If a food license is not issued within 2 months from the date of making the application or his application is not rejected, the applicant may start his food business after the expiry of said period. അതായത് ഈ ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് ഫുഡ് ലൈസൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ കൊടുക്കാം. ഇനി അത് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ആർക്ക് തന്നെയാണുള്ളത്? ഡെസിഗ്നേറ്റഡ് ഓഫീസർ തന്നെയാണുള്ളത്. ഓക്കെ, പവർ ടു ക്യാൻസൽ ദി ഫുഡ് ലൈസൻസ്. ഓക്കെ, സോ നിങ്ങൾക്ക് ആദ്യത്തേത് മനസ്സിലായല്ലോ. നമ്മൾ ഒരു ഫുഡ് ലൈസൻസിന് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിച്ചു. ഓക്കെ, എന്നിട്ട് 2 months ആയിട്ടും ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 monthsന് ശേഷം ഫുഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. എന്നാൽ നമ്മുടെ ഈ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും ആർക്ക് തന്നെയുണ്ട്? ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് തന്നെയുണ്ട്. ഈ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന്റെ കീഴിലാണ് ഒരു ഫുഡ് സേഫ്റ്റി ഓഫീസർ എല്ലാവിധ കാര്യങ്ങൾക്കും നടപടിയെടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പീൽ അഗെയിൻസ്റ്റ് ദി ഓർഡർ ഓഫ് റിജക്ഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് ലൈസൻസ്. ഇപ്പോൾ ഡെസിഗ്നേറ്റഡ് ഓഫീസർ ഫുഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. ഇതിനെതിരെ അപ്പീൽ പോകണമെങ്കിൽ നമുക്ക് സ്റ്റേറ്റിന്റെ ഫുഡ് സേഫ്റ്റി കമ്മീഷന്റെ മുന്നിലാണ് പോകേണ്ടത്. മാത്രമല്ല സെക്ഷൻ 41 ഒന്ന് നോക്കിക്കൊള്ളുക. പവർ ഓഫ് FSOs ടു സെർച്ച്, സീസർ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർ പ്രോസിക്യൂഷൻ. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ പറയുന്ന ഫുഡ് ലൈസൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഫുഡ് ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഡെസിഗ്നേറ്റഡ് ഓഫീസറിനുണ്ട്. ഇനി അദ്ദേഹം ക്യാൻസൽ ചെയ്തതിൽ എന്തെങ്കിലും ഒരു പരാതി നമുക്കുണ്ടെങ്കിൽ അതിനുമേലുള്ള അപ്പീലിനായിട്ട് എങ്ങോട്ട് പോകാം? ഫുഡ് സേഫ്റ്റി കമ്മീഷന് മുന്നാലെ പോകാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇന്നത്തെ സെഷനിൽ ഇതാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. സോ അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ബൈ.
സോ എല്ലാവരും നന്നായിട്ട് പഠിച്ചോളുക. എക്സാംസ് ഒക്കെ അടുത്ത് വരികയാണ്. ഓക്കെ, സോ ഡെയിലി നിങ്ങളുടെ ഒരു 2 to 2.5 hours പഠിത്തത്തിന് വേണ്ടിയിട്ടും റിവിഷന് വേണ്ടിയിട്ടും കൊടുക്കുക. മാക്സിമം നമ്മൾ തരുന്ന നോട്ട്സ് മാത്രം ഫോക്കസ് ചെയ്ത് പോവുക, ബ്ലൈൻഡായിട്ട് ട്രസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കുകളും ഒക്കെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഏറെക്കുറെ വാരിക്കോരി പഠിക്കുകയാണെങ്കിൽ സ്ട്രെസ്സൊക്കെ കൂടി ആകെ മൊത്തം ചളമാകും. എക്സാം ടൈം ആകുമ്പോഴേക്കും നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുമ്പോഴാണ് എക്സാം ഹാളിൽ ആ രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ പോകുന്നത്. ഒരുവിധം സ്റ്റുഡൻസൊക്കെ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നവരാണ്. ഓക്കെ, സോ ബട്ട് അവർക്ക് എക്സാം ഹാളിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ പോകുന്നതിൻ്റെ ഒരു സാഹചര്യം ഒന്ന് കയറി വരുന്ന ടെൻഷനാണ്. ടെൻഷൻ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പഠിച്ചത്, ഈ പഠിക്കുന്ന കാര്യങ്ങളൊന്നും വേറെ ഒരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉപയോഗം ഇല്ലാത്തത് കൊണ്ടും ഇതൊരു എന്താ പറയുക, വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റാണ്. വേറെ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടില്ല. എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച ഇത്രയും കാലം നിങ്ങൾ വേസ്റ്റ് ആക്കാതെ അത് മനസ്സിലാക്കി വേണം. ഒന്നും വേണ്ട, നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് ഇല്ലാത്ത കാശ് മുടക്കി പഠിച്ച്, അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ട് അതിൽ കുറച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച്, പിന്നെ അതുമല്ല എന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പല കാര്യങ്ങളും ത്യാഗം സഹിച്ച് നമ്മൾ പഠിക്കുന്ന കൂട്ടത്തിൽ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സാഹചര്യം നമ്മളൊന്ന് നേരത്തെ നമ്മൾ മുൻകൂട്ടി കാണണം. കണ്ണടച്ചൊന്ന് കണ്ടാൽ മതി. കിട്ടാതെ വരുമ്പോൾ ഉണ്ടാവുന്ന ആരൊക്കെ നമ്മളെ കളിയാക്കും. കുത്തിയിരുന്ന് പഠിക്കുന്നു എന്ന് പറഞ്ഞ് അവളിതാ കുത്തിയിരുന്ന് പഠിക്കുന്നു, ഇപ്പം കിട്ടും, നാളെ കിട്ടും. എല്ലാവർക്കും നമ്മളെ ഇൻസൾട്ട് ചെയ്യാനും കുറ്റം പറയാനും ഒരു സാഹചര്യം അന്നുണ്ടാവും. നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കേൾക്കാതെ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ വഴി അറിയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന. കേൾക്കെ പറയുന്നത് ഓക്കെ, വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. പക്ഷെ കേൾക്കാതെ മറ്റൊരാളോട് പറഞ്ഞ് അയാൾ വഴി നമ്മൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദനയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്ന് നമ്മളെ പിന്നിൽ നിന്നും കുത്തും. കിട്ടാത്തത് നന്നായി എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും കൂടുതൽ. ഒരു മനുഷ്യൻ നന്നാവണമെന്ന് അവൻ അല്ലാതെ വേറെ ആരും, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കളല്ലാതെ വേറെ ആരും പൂർണ്ണമായിട്ട് 100% ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കാറില്ല. അതുകൊണ്ട് കൂടെയുള്ള സുഹൃത്തിനെ പോലും വിശ്വസിക്കരുത് ഒരു എക്സാമിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിൽ. നിങ്ങൾ സ്കൂളിലെ എക്സാമൊക്കെ ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും കോപ്പി അടിക്കാനും ഒക്കെ ഫ്രണ്ട്സ് സഹായിക്കും, ജയിച്ചു വരട്ടെ. പക്ഷെ ഒരു സർക്കാർ ജോലിയുടെ കാര്യത്തിൽ സുഹൃത്തിനെ പോലും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങളെ ബൈപ്പാസ് ചെയ്ത് കയറിപ്പോവും. പഠിക്കുന്നില്ല എന്ന് പറയും, ബട്ട് ഉള്ളിൽ പഠിക്കുന്നുണ്ടാവും. അത് കേട്ട് നിങ്ങളും പഠിക്കാതിരിക്കും. സുഹൃത്ത് പഠിക്കുന്നില്ലല്ലോ. സോ ഇനി അങ്ങോട്ട് സൂക്ഷിച്ചോളുക, അവെയർ ആയിരിക്കാം. താങ്ക്സ് അ ലോട്ട്. സീ യു സൂൺ.